ഹേ ഗൈസ്, ശ്രീ ഹിയർ. നല്ല മഴ. അപ്പോൾ ഞാൻ പാട്ടുകാരോടേക്കുമ്പോൾ വിചാരിച്ചു ഗൈസ് എന്തുകൊണ്ട് ഈ ഒരു പ്രൊഡക്റ്റ് ദിസ് ഇസ് ബോട്ട് നിർവാണ 751 ഞാൻ കുറച്ച് നാളായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ആൻഡ് എനിക്ക് ഉപയോഗിച്ചതിനകത്ത് ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ തന്ന പ്രൊഡക്റ്റുകളിലൊന്നാണ്. അതിന് മുന്നേ ചെവിനെ കുറിച്ചൊന്ന് സംസാരിക്കാം. സോ ഗൈസ്, എൻ്റെ ചെവി എന്ന് പറയുമ്പം റിയലി സെൻസിറ്റീവാണ്. എനിക്ക് ഇന്നിയർ ടൈപ്പ് ഓഫ് ഇയർഫോൺസ് ഒട്ടും പറ്റത്തില്ല. ഞാൻ ഒരു 3-4 കൊല്ലം മുന്നേ അത് അവോയ്ഡ് ചെയ്തു. എനിക്ക് ഓൺ ഇയർ അത് എന്ന് പറയുമ്പം എയർപോഡ്സ് ഒക്കെ വരത്തില്ലേ, അകത്തോട്ടല്ല പക്ഷേ ചെവിയിലിരിക്കുന്നത്, അത് പിന്നെയും പറ്റും. അതുകൊണ്ട് എൻ്റെ കറൻ്റ്ലി എയർപോഡ്സ് ഒക്കെ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അതും ഒരുപാട് ടൈം പീരീഡ് ഉപയോഗിക്കുമ്പോൾ സൗണ്ട് കൂട്ടിയിട്ട് ഉപയോഗിക്കണം. അതുകൊണ്ട് ചെവിക്ക് ഡാമേജസും കാര്യങ്ങളും ഒക്കെ. ആൻഡ് ഔട്ട്ഡോർസ് ഒക്കെ പോയി ഇറ്റ്സ് പ്രെറ്റി യൂസ്ലെസ്. സോ എന്തായാലും എനിക്ക് പറയാനുള്ള, നിങ്ങളൊരു വർക്കിംഗ് പ്രൊഫഷണലാണല്ലോ, പുറത്തൊക്കെ പോകുകയാണല്ലോ, എക്സ്റ്റെൻസീവായിട്ട് ഹെഡ്ഫോണിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ ഹെഡ്ഫോൺസ്, പ്രത്യേകിച്ച് ഓവർ ദ ഇയർ ഹെഡ്ഫോൺസ്, നമ്മുടെ ചെവി മേളിലിരിക്കുന്ന ഹെഡ്ഫോൺസ് എന്തായാലും നിങ്ങൾ വാങ്ങിയേ പറ്റൂ. കാരണം അതൊരു വർത്തി ഇൻവെസ്റ്റ്മെൻറ്റാണ്. ആൻഡ് നമുക്കിനി ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയാം. അതിൻ്റെ ബിൽഡ് ക്വാളിറ്റി ഗൈസ് ഫുള്ളി പ്ലാസ്റ്റിക് ആണ്, നത്തിങ് ടു ബോസ്റ്റ് അബൌട്ട്. പക്ഷേ ഇതിനകത്ത് മെറ്റൽ റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ എക്സ്പീരിയൻസ് നിന്ന് ഇത് അത്യാവശ്യം സോളിഡ് ആയിട്ടൊരു സാധനമാണ്. ആൻഡ് വെയിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 260 grams ഉണ്ട്. അത് ഭയങ്കര വെയിറ്റ് ആണോ എന്ന് ചോദിച്ചാൽ വെയിറ്റും അല്ല, പക്ഷേ അതേസമയം ഭയങ്കര ലൈറ്റ് ആണോ എന്ന് ചോദിച്ചാൽ ഹെഡ്ഫോൺസ് ലോകത്ത് അത് ലൈറ്റും അല്ല. പിന്നെ ഫോൾഡബിൾ ആണ്, നമുക്ക് മടക്കിയൊക്കെ എവിടെ വേണമെങ്കിലും ട്രാവലൊക്കെ ചെയ്യാൻ പറ്റും. ഡ്യൂറബിലിറ്റി ആൻഡ് ബിൽഡ് ക്വാളിറ്റി എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ വേറൊരു സംഭവം എനിക്ക് നോട്ട് വർത്തി ആയിട്ട് തോന്നിയെന്ന് പറയുമ്പം, നമ്മൾ ചെവിയിൽ വെക്കുമ്പോഴേ ഇത് ബിഗ് ടൈപ്പ് ഓഫ് ചെവി തലയുള്ളവർക്ക് ഇച്ചിരി കൂടെ അത് സൂട്ടാവും തോന്നി. എൻ്റെ അത്യാവശ്യം കുഞ്ഞൊരു തലയായതുകൊണ്ട് തന്നെ എനിക്കിതിനകത്ത് സ്മോളസ്റ്റ് സെറ്റിങ്സിനകത്ത് തന്നെ ഇച്ചിരി കൂടെ സ്മോളർ വേണം എന്ന് തോന്നി. ബട്ട് റൈറ്റ് നൗ ഇത് കുഴപ്പമില്ലാത്ത രീതിയിൽ കംഫർട്ടബിളാണ്. ബിൽഡ് ക്വാളിറ്റി ആൻഡ് ഡിസൈൻ ഓവറോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പ്ലാസ്റ്റിക് ആണ്, 3500 രൂപയ്ക്കൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നൊരു ടൈപ്പ് ഓഫ് ബിൽഡ് ക്വാളിറ്റി തന്നെയാണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത്. പിന്നെ സൗണ്ട് ലീക്സോ കാര്യങ്ങളോ ഒന്നും ഇല്ല, അടുത്തിരിക്കുന്ന ആൾക്കൊന്നും പാട്ടൊന്നും കേൾക്കത്തില്ല. ഓൾ അറൗണ്ട് സൗണ്ട് സ്റ്റേജിനെ കുറിച്ച് ഞാൻ പറയുവാണെങ്കിൽ, നിങ്ങൾക്കൊരു 5000 രൂപയ്ക്ക് അണ്ടർ കിട്ടുന്ന ബെസ്റ്റ് ബാലൻസ്ഡ് സൗണ്ടിങ് ഹെഡ്ഫോൺസ് ആണ്, അല്ലാതെ ബെസ്റ്റ് ഹെഡ്ഫോൺസ് എന്ന് ഞാൻ പറയത്തില്ല. നിങ്ങളിപ്പോൾ ബാസ് ഹെവി ഹെഡൊക്കെയാണ് ഇതിൽ നിന്ന് മാറിയിരിക്കുന്നത്. ഇത് അത്യാവശ്യം ന്യൂട്രൽ ആയിട്ടുള്ള, എന്താ പറയുക, നിങ്ങൾക്ക് ഇൻസ്ട്രുമെൻറ്റ് സെപ്പറേഷന് വോക്കൽസിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെങ്കിൽ അത് അത്യാവശ്യം നല്ലോണം ഇതിനകത്ത് കിട്ടും. ഇതിനകത്ത് എനിക്ക് ഭയങ്കര ഇമ്പ്രസീവ് ആയിട്ട് തോന്നിയത്, ഞാൻ എടുത്ത് പറയേണ്ട അതിനകത്ത് ഇൻസ്ട്രുമെൻറ്റ് സെപ്പറേഷനാണ്. ഞാൻ ഇതുവരെ കേൾക്കാത്ത ഇൻസ്ട്രുമെൻസ് ഒക്കെ ഒരു പാട്ടിൽ നിന്ന് കേട്ടിട്ടുണ്ട്. അത് ഭയങ്കരമായിട്ട് ഇമ്പ്രസീവ് ആയിട്ട് തോന്നി. അതേസമയം ഭയങ്കരമായിട്ട് നിങ്ങളൊരു സോണിയിലെയോ അതേപോലെ ഭയങ്കര ഹൈ എൻഡ് ബ്രാൻഡിലാണെങ്കിൽ നിങ്ങളൊരു ഇമ്മേഴ്സീവ് ഫീലൊന്നും നിങ്ങൾക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല. സോ ഇൻ ജനറൽ എനിക്ക് ഇതിൻ്റെ ന്യൂട്രൽ ബാലൻസ്ഡ് സൗണ്ട് സ്റ്റേജ് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ആൻഡ് ANC കുറിച്ച് പറയുമ്പം, ഫസ്റ്റ് ഓഫ് ഓൾ ഗൈസ്, ഞാൻ ഈ വീഡിയോ ഒന്ന് എടുക്കണമെന്നൊക്കെ പ്ലാൻ ചെയ്തപ്പോൾ ഞാൻ അതിനകത്ത് ഹെഡ്ഫോണിനകത്തൊരു പാട്ടൊക്കെ ഇട്ട് ചെവി വെച്ച്. ആൻഡ് അപ്പോൾ ചെറിയ കാർമേഘമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ലൈറ്റും ട്രൈപോഡും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് മഴ പെയ്തെന്ന് ഞാൻ അറിഞ്ഞില്ല ശരിക്കും. ഇതിൻ്റെ ANCയും പാട്ടും ഒക്കെ ഇടുന്നുണ്ട്. ഹെഡ്ഫോൺ എടുത്തപ്പോഴാണ് പറഞ്ഞാൽ ചെറുതായിട്ടൊരു ഡ്രിസിലിംഗ് സൗണ്ടൊക്കെ ഉണ്ട്. അത് തന്നെയാണ് ഇതിൻ്റെ ANC എന്ന് പറയുമ്പോൾ. ഡോണ്ട് എക്സ്പെക്ട് ടു മച്ച്. ഇതിൻ്റെ ANC 33 decibels മാത്രം ക്യാൻസൽ ഔട്ട് ചെയ്യുന്നു. വെച്ചാൽ ഫാൻ നോയ്സ്, AC നോയ്സ്, മഴ, ട്രാഫിക്കൊക്കെ പോവുകയാണെങ്കിൽ ചെറുതായിട്ട് അങ്ങനത്തെ കാര്യങ്ങൾ. ഇപ്പം നിങ്ങളുടെ അടുത്തിപ്പം ഒരാൾ നിന്ന് ഭയങ്കരമായിട്ട് സംസാരിക്കും ഒച്ചത്തിൽ, അതൊന്നും ക്യാൻസൽ ഔട്ട് ആവുന്നൊരു ANC അല്ല ഇതിനകത്ത്. ANC എന്ന് പറയുമ്പോൾ പ്രിട്ടി, എന്താ പറയുക, ഇപ്പോഴത്തെ സ്റ്റാൻഡേർഡ്സ് വെച്ച് 40-45 decibels ഒക്കെ ക്യാൻസൽ ചെയ്യുന്ന ANC വെച്ച് നോക്കുമ്പോൾ അത്ര കമ്പാരിറ്റീവ്ലി സ്ട്രോങ്ങർ ANC ഒന്നുമല്ല. പക്ഷേ ഇതിനകത്ത് ANCയിൽ ഏറ്റവും എനിക്ക് ഇമ്പ്രസീവ് ആയിട്ട് വേറൊരു സംഭവം എന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞില്ല എൻ്റെ ചെവി ഭയങ്കര സെൻസിറ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇപ്പോഴത്തെ ഒരു 90-95% ഓഫ് ഇയർഫോൺസും ഹെഡ്ഫോൺസിനകത്തെ ANC ഉപയോഗിച്ചാൽ എനിക്കൊരു 5 മിനിറ്റ് കഴിയുമ്പോൾ തലകറങ്ങും എന്ന് പറയുമ്പോൾ ഒരു പ്രഷർ വേരിയേഷൻ ഇവിടെ ബിൽഡപ്പ് ആവുന്നൊരു ഫീലും എനിക്ക് വരും. അത് എനിക്കിതിനകത്ത് തോന്നിയിട്ടില്ല. ഇവരുടെ ഹൈബ്രിഡ് ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ എന്നൊക്കെ ബോട്ട് ക്ലെയിം ചെയ്യുന്നൊരു സിസ്റ്റം ആയതുകൊണ്ടായിരിക്കണം എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് തോന്നിയൊരു ANC. ഞാൻ ആ ഒരു എക്സ്ട്രാ ലെവൽ ഓഫ് നോയ്സ് ക്യാൻസലേഷൻ ഉണ്ടല്ലോ, എക്സ്ട്രാ ലെവൽ ഓഫ് ബാക്ക്ഗ്രൗണ്ട് ക്യാൻസലേഷൻ എൻ്റെ കംഫർട്ടിനും എൻ്റെ ചെവിക്കുള്ള പ്രഷർ വേരിയേഷൻ ഒന്നും വരാത്തതിന് സാക്രിഫൈസ് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. സോ അതുകൊണ്ട് ANC എന്നെ സംബന്ധിച്ച് എനിക്കൊരു വിൻ വിൻ സിറ്റുവേഷൻ തന്നെയാണ്. ബട്ട് നിങ്ങൾക്കിപ്പം എപ്പോഴും ഭയങ്കര നോയ്സി ക്രൗഡഡ് അറ്റ്മോസ്ഫിയറിലൊക്കെ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇച്ചിരി കൂടെ ANC ഒക്കെ വേണമെങ്കിൽ ഞാൻ പറയാൻ പോവുക, നിങ്ങൾക്ക് മാർക്കറ്റിൽ ഈ പ്രൈസിൽ ഇച്ചിരി കൂടെ ബെറ്റർ 40 dB ഒക്കെ ANC ഉള്ള ഹെഡ്ഫോൺസ് ഉണ്ട്. ഈ പ്രൈസിൽ ഇച്ചിരി കൂടെ കൊടുത്താൽ. പക്ഷേ നിങ്ങൾക്ക് ഇത്രയും കംഫർട്ടബിളായിട്ട്, ഞാൻ ആ ഹെഡ്ഫോൺ ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷേ നിങ്ങൾക്ക് ഇത്രയും കംഫർട്ടബിളി ഒരുപാട് നേരം ANC ഉപയോഗിക്കാൻ പറ്റുന്നൊരു ANC അല്ല. പക്ഷേ എന്ന് വെച്ചാൽ ഡോണ്ട് ഗെറ്റ് മീ റോങ്, എൻ്റെ ANC ഒട്ട് ഊളയാണെന്നൊന്നും അല്ല പറയുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ ക്യാൻസൽ ഔട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഇവിടെ, ഞാൻ ഇപ്പോൾ ഹോളിൽ TV വെച്ച് എൻ്റെ റൂമിൽ പോയി ANC ഒക്കെ ഓണാക്കി ഒരു 90-95% ഓഫ് സൗണ്ടൊക്കെ ഇത് കട്ട് ഔട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഭയങ്കര വലിയ ബോങ്കേഴ്സ് ലൈക്ക് സോണിയും ആപ്പിളും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളൊന്നും എക്സ്പെക്ട് ചെയ്യാതിരിക്കുക. അത് തന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, ഈ ഒരു ഹെഡ്ഫോണിൻ്റെ ANCക്കൊക്കെ അൺനെസസറി ആയിട്ടൊരു ബിൽഡപ്പ് ഉണ്ട്. ഭയങ്കര കിഡിൽ ANC അടുത്തു നിന്നായിരുന്നു പറയുന്നതെന്ന് കേൾക്കത്തില്ല. എനിക്കറിയത്തില്ല, അതൊക്കെ ബോട്ടിൻ്റെ മാർക്കറ്റിംഗ് ടീം ആയിരിക്കാം. ബട്ട് ഫോർ മീ അത്യാവശ്യം ക്യാൻസൽ ഔട്ട് ചെയ്യുന്നൊരു ANC ആണ്. പിന്നെ വേറൊരു സംഭവം എന്ന് വെച്ചാൽ,
ഞാൻ ഒരു വോക്കിന് ജസ്റ്റ് കാട്ടിൽ പോയായിരുന്നു. ഇവിടെ അടുത്തൊരു ഫോറസ്റ്റ് ഉണ്ട്. ഞാൻ ഇവിടെ ചീവീടിൻ്റെ ശബ്ദം ഒട്ടുമേ കേട്ടിട്ടില്ല. ഹെഡ്ഫോൺസ് എടുത്തപ്പോഴാണ് അറിഞ്ഞ് ഇവിടെ ചീവീട് ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. സോ അങ്ങനത്തെ ചെറിയ ചെറിയ ഫാൻ നോയ്സ്, വിൻഡ് നോയ്സ്, ചീവീടിൻ്റെ നോയ്സ്, അങ്ങനത്തെ ചെറിയ ചെറിയ കണ്ടിന്യൂസ് ആൻഡ് കോൺസ്റ്റൻ്റ്ലി ആയിട്ടുള്ള സൗണ്ട് ഉണ്ടാക്കി അതൊക്കെ സൂപ്പറായിട്ട് ക്യാൻസൽ ഔട്ട് ചെയ്യും. ആൻഡ് ANC കുറിച്ച് എനിക്ക് അതേ പറയുള്ളൂ. ഇനി വേറൊരു സംഭവം എന്ന് വെച്ചാൽ ഇതിൻ്റെ ബാറ്ററി ലൈഫ്, എൻ്റെ പൊന്നോ കിടിലം ബാറ്ററി ലൈഫ്, വെരി ഇംപ്രസീവ്. നിങ്ങൾ ANC ഒക്കെ ഇട്ട് എന്തൊക്കെ കാണിച്ചാലും എനിക്കൊരു 50 hours ഒക്കെ ക്ലെയിം ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. ആൻഡ് ഇതിൻ്റെ ചാർജിങ് സ്പീഡും ഭയങ്കര പെട്ടെന്ന് ചെയ്യും. എത്ര വാട്ടെന്ന് കറക്റ്റായിട്ട് എനിക്കറിയത്തില്ല, പക്ഷേ നമ്മൾ ഫോൺ ചാർജ് ചെയ്യുന്നതിൻ്റെയൊക്കെ പകുതി സമയം എടുക്കത്തുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. സോ ബാറ്ററി ലൈഫിൽ എനിക്ക് ഭയങ്കര ഇംപ്രസ്ഡ് ആണ്. ഞാൻ ഇപ്പോൾ എഡിറ്റ് ചെയ്യുമ്പം ഇതിനകത്ത് വയർഡായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഐ പ്രിഫർ ടു യൂസ് ഇറ്റ് വയർലെസ്ലി, കാരണം ഇതിന് ആ ലേറ്റൻസി ഇഷ്യൂ ഒന്നും ഭയങ്കര ഇഷ്യൂ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. സോ കണക്ടിവിറ്റി സ്റ്റാൻഡ് പോയിൻറ്റ്സിൽ നിങ്ങൾക്ക് ഡുവൽ ഡിവൈസ് കണക്ടിവിറ്റി ഉണ്ട്. ഒരേ സമയത്ത് നിങ്ങളുടെ മാക്കും ഫോണോ അത് 2 ഫോണുമായിട്ട് കണക്ട് ചെയ്യാം, അങ്ങനെയൊക്കെ യൂസ് ചെയ്യാം. ആൻഡ് കണക്ടിവിറ്റി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് ഹാസിൽ ഫ്രീയോ തലവേദന തരുന്ന രീതിയിലുള്ള കണക്ടിവിറ്റി ഒന്നുമില്ല. ആൻഡ് എസ്പെഷ്യലി ഞാനൊരു എയർപോർട്ട്സ് ഉപയോഗിക്കുന്ന ഒരാളാണ്, അയാൾ ഇത് പറയണമെങ്കിൽ അത്യാവശ്യം നല്ലൊരു കണക്ടിവിറ്റി ഉള്ളൊരു ഹെഡ്ഫോൺസിനെ കുറിച്ച് മാത്രമേ ഇത് പറയാൻ പറ്റൂ. പിന്നെ വേറൊരു സംഭവം എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഒരു ജിം ഫ്രീക്കാണ്, ജിമ്മിലൊക്കെ വേണ്ടി ഒരു സാധനം വേണം എന്നുണ്ടെങ്കിൽ ഞാനിത് ഒരുപാട് റെക്കമെൻഡ് ചെയ്യത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലവരുടെ ചെറിയ തലയ്ക്ക് ഇത് ഭയങ്കരമായിട്ട് സ്യൂട്ട് ആവണമെന്നില്ല. പിന്നെ ഇത് ആർട്ടിക്കുലേറ്റിംഗ് ആണ്, ടിൽറ്റിംഗ് ആണ്, സ്യൂട്ടാവും. പക്ഷേ ഏറ്റവും വലിയ പ്രശ്നം അതൊന്നുമല്ല. നിങ്ങളിതിൻ്റെ സ്വിച്ചസും ബട്ടൺസും കണ്ടോ? സ്വിച്ചസും ബട്ടൺസും ഒക്കെ പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ റാറ്റിൽ ചെയ്യും. ആ ഒരു സൗണ്ട് നിങ്ങൾക്ക് വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോൾ കേൾക്കും. അത് ഇച്ചിരി അന്നോയിങ് ആയിട്ട് തോന്നും. പിന്നെ ഇതിൻ്റെ ട്രാൻസ്പെറൻസി മോഡിനെ കുറിച്ച് എനിക്ക് പറയാണ്ടിരിക്കാൻ വയ്യ. അണ്ടർ 10K അല്ലെ 15K എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ട്രാൻസ്പെറൻസി മോഡാണ്. ഇപ്പോൾ ദൂരെ നിൽക്കുന്നവർ പറയുന്നവരെ കേൾക്കുക, അതേസമയം നിങ്ങളുടെ ചെവി അടിച്ചു പോകുന്ന രീതിയിലൊരു ട്രാൻസ്പെറൻസി മോഡില്ല, യൂസ്ഫുൾ ആയിട്ടൊരു ട്രാൻസ്പെറൻസി മോഡാണ്. സോ ഗൈസ്, ഇൻ ജനറൽ എൻ്റെ വേർഡിക്റ്റ് എന്തോ ഇതിനെക്കുറിച്ചെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബിൽഡ് ക്വാളിറ്റിയും വെയിറ്റും കാര്യങ്ങളും ഡിസൈനും ഒക്കെ സൂപ്പർബാണ്. അത്യാവശ്യം പ്രീമിയം ഫീലും കാര്യങ്ങളൊക്കെ കിട്ടും, ചെക്ക്. രണ്ടാമത്തേത് നിങ്ങൾക്ക് ഭയങ്കര ബാലൻസ്ഡ് ആൻഡ് ന്യൂട്രൽ സൗണ്ട് സ്റ്റേജാണ്. അത്യാവശ്യം നല്ല ഡൈനാമിക് റേഞ്ച് ഉണ്ട്, ഇൻസ്ട്രുമെൻറ്റ് സെപ്പറേഷനും കാര്യങ്ങളും എല്ലാം ഉണ്ട്. സോ സൗണ്ട് ക്വാളിറ്റി ഒരു ബാസ് ഹെവി ഹെഡിന് അല്ലെങ്കിൽ ബാക്കി എല്ലാവർക്കും ഞാൻ റെക്കമെൻഡ് ചെയ്യും. സോ അതും ചെക്ക്. മൂന്നാമത്തെ സംഭവം എന്ന് വെച്ചാൽ ബാറ്ററി ലൈഫ്. എൻ്റെ പൊന്നോ, ബാറ്ററി ലൈഫ് എന്ന് പറഞ്ഞാൽ എനിക്ക് വേണേൽ ക്ലാസ് ലീഡിംഗ് എന്നൊക്കെ വേണേൽ പറയാം. കിടിലം ബാറ്ററി ലൈഫ്. അതിൻ്റെ കൂടെ തന്നെ ചാർജിങ് സ്പീഡും സൂപ്പർ. ബാറ്ററിനെ കുറിച്ച് നിങ്ങൾ ലിറ്ററലി കൺസേൺഡ് ആവേണ്ട കാര്യമില്ല. നമ്മൾ ട്രിപ്പൊക്കെ പോകുകയാണെങ്കിൽ ജസ്റ്റ് ഒരു വട്ടം ചാർജ് ചെയ്താൽ മതി. ANC ആൻഡ് ട്രാൻസ്പെറൻസി മോഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ANC ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ANC. ആൻഡ് പക്ഷേ ഭയങ്കര എഫക്റ്റീവ് അല്ലെങ്കിലും ആ ഒരു കംഫർട്ട് ഉണ്ടായിട്ട് എനിക്ക് ദാറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ഫോർ മീ. അതെനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. നാലാമത്തേന്ന് ട്രാൻസ്പെറൻസി മോഡ് അത്യാവശ്യം കുഴപ്പമില്ല. ഇൻ ജനറൽ ഇതിൻ്റെ എല്ലാത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 3500 രൂപയ്ക്ക് ഓൺലൈൻ പ്രൈസസ് ഒക്കെ ഉണ്ട്. പക്ഷേ എനിക്കിത് 3300 രൂപയ്ക്ക് കിട്ടി. നിങ്ങൾക്കും ഇത് കിട്ടും. ABC മൊബൈൽസ് പട്ടത്തിനെ കോൺടാക്ട് ചെയ്താൽ മതി. അവർ നമ്മുടെ ചാനലിലെ വീഡിയോ പറഞ്ഞാൽ 3300 നിങ്ങൾക്ക് കിട്ടും. അവിടെ കുറച്ച് അക്സസറീസും കാര്യങ്ങളുണ്ട്. ഞാൻ ഒരു സ്ക്രീൻ കാർഡ് കാണാം, ഇത് സ്ക്രീൻഷോട്ട് കൊണ്ടുപോയാൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് 10% ഡിസ്കൗണ്ട് തരാമെന്ന് വാക്ക് തന്നിട്ടുണ്ട്. അത് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. സ്പോൺസർഡ് ആഡ് ഒന്നും അല്ല, എനിക്ക് കാശൊന്നും കിട്ടത്തില്ല. അത് ഞാൻ ഇപ്പോഴേ പറഞ്ഞിട്ടുണ്ട്. ഐ റിയലി ലൈക്ക് ദിസ് പ്രൊഡക്റ്റ്. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാനിത് ലോങ് ടേം ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് ഭയങ്കര വേഴ്സറ്റൈൽ പ്രൊഡക്റ്റാണ്. നിങ്ങൾ സ്റ്റുഡിയോയിലും ചെറുതായിട്ടുള്ള വീഡിയോ എഡിറ്റിങ്ങും കാര്യത്തിനൊക്കെ ഉപയോഗിക്കാം, വയർഡായിട്ട് ഉപയോഗിക്കാം. അതേപോലെ ട്രാവലാണെങ്കിൽ ഭയങ്കര ട്രാവൽ ഫ്രണ്ട്ലിയാണ്. ഇതിൻ്റെ കൂടെ പൗച്ചും കാര്യങ്ങളൊക്കെ കിട്ടും. ബാറ്ററി ലൈഫ് തീർന്നാൽ തന്നെ നിങ്ങൾക്ക് വയർഡായിട്ട് വീണ്ടും ഉപയോഗിക്കാം. ANC അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ANC ആണ്. പക്ഷേ ഭയങ്കര എക്സ്പെക്റ്റേഷൻസ് ഒന്നും കൊടുക്കണ്ടെന്നേ ഞാൻ പറയത്തുള്ളൂ. ദാറ്റ് ഈസ് ഇറ്റ് ഗൈസ്. ഇതെൻ്റെ ആർസണലിൽ ഒരുപാട് നാളത്തേക്കുള്ളൊരു പ്രൊഡക്റ്റാണ്. ഇത് കാണുകയും ചെയ്യും. ഈ പ്രൈസ് റേഞ്ചിൽ ഐ ആം പ്രിറ്റി സാറ്റിസ്ഫൈഡ്. സോ ഗൈസ്, ഇറ്റ്സ് 3 ഹിയർ. ലവ് യു. ബൈ.